അങ്ങനെ പവിത്രം സീരിയൽ ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ രാവിലെ എഴുന്നേറ്റ് എപ്പിസോഡ് കാത്തിരിക്കലും അതുപോലെ തന്നെ എന്താണ് എപ്പിസോഡ് ലേറ്റ് ആവുന്നത് ആ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല, കുറച്ച് ദിവസത്തേക്ക് മാത്രം അല്ലേ. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് സീസൺ 2 വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇന്ന് ശരിക്കും എപ്പിസോഡിൻ്റെ പൊന്നൊന്നും പറയണ്ട, കരഞ്ഞതിനൊരു കണക്കുമില്ല. ശരിക്കും ഒരു വന്ദനം ഫിലിം ആ സ്റ്റൈലിൽ എൻഡ് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആ ഒരു വന്ദനം സിനിമ തന്നെ ഒരു ഇപ്പോഴും ആലോചിക്കുമ്പോൾ സങ്കടമുള്ള ഒരു ക്ലൈമാക്സാണ്. അങ്ങനെ ആവണ്ടായിരുന്നു എന്ന് തോന്നിയത്. അതേപോലെ തന്നെ ഒരു എൻഡിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം, സീസൺ 2 എങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ സ്റ്റോറി ആവാനായിട്ട് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി വേദ എങ്ങോട്ടായിരിക്കും പോകുന്നത്, വേദയുടെ കുഞ്ഞിനെ ആരായിരിക്കും രക്ഷിക്കാനും അതുപോലെ തന്നെ വേദയെ ആരായിരിക്കും കെയർ ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ ഇനി സീസൺ 2 നമ്മൾ അറിയാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഏതായാലും അവർ 5 വയസ്സായ കുട്ടിയെ വേണമെന്നൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും ഇനി 5 വർഷം കഴിഞ്ഞുള്ള ആ ഒരു സ്റ്റോറി തന്നെ ആയിരിക്കും നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിലെന്താ മിസ് ചെയ്യുന്നത് വെച്ചാൽ വിക്രം വേദിയെ കെയർ ചെയ്യുന്നതും ആ ഒരു പ്രഗ്നൻസി വിക്രം അറിയുന്ന പോലുമില്ല. ആ കാര്യങ്ങളൊക്കെ എന്തായാലും ഒരുപാട് മിസ് ചെയ്യും. അങ്ങനെ ആവാതിരുന്നാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ സ്റ്റോറിയുടെ ഒരു പോക്ക് കണ്ടിട്ട് അങ്ങനെ തന്നെ ആകും എന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഒരു മെയ് 18 വരെ കാത്തിരിക്കുക പുതിയ സ്റ്റോറി അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് സീരിയലിന് ഇങ്ങനെ ഒരു സാഡായിട്ടുള്ള എൻഡിങ് കാണുന്നത്. സാധാരണ നമ്മളിപ്പോൾ ഫിലിമിലൊക്കെ അങ്ങനെ ഒരു സാഡ് എൻഡൊക്കെ കണ്ടിട്ടുണ്ട്, ഒരുപാട് സിനിമയിൽ ഒരുപാട് കരഞ്ഞിട്ടുമുണ്ട്. പക്ഷെ സാധാരണ സീരിയലിലൊക്കെ ഒരു കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ക്ലൈമാക്സ് ആവുമ്പോഴേക്കും വില്ലന്മാരൊക്കെ ഒരു ഭാഗത്ത് പെടുന്നതും അതുപോലെ തന്നെ നായകന്മാർക്ക് പ്രാധാന്യം കൊടുത്തിട്ട് നല്ലൊരു ഹാപ്പി എൻഡിങ് അങ്ങനെയാണ് സാധാരണ കണ്ടിട്ടുള്ളത്. എല്ലാം സന്തോഷത്തിൽ അവസാനിക്കുന്നത്, ഇങ്ങനെ സാഡായിട്ട് അവസാനിക്കുന്നത് ഇപ്പോൾ അവസാനിച്ചിട്ടില്ല എങ്കിൽ പോലും സീസൺ 1 അവസാനിച്ചു എന്നാണല്ലോ പറയുന്നത്. അതൊരു സങ്കടത്തിലിങ്ങനെ നമ്മളെ ഒരു ഇത്ര കുറച്ച് ദിവസത്തേക്കാണെങ്കിലും ഒരു 17 ദിവസത്തേക്കാണെങ്കിലും നമ്മളിങ്ങനെ സങ്കടത്തിലിങ്ങനെ ആഴ്ത്തിയിട്ട് നമുക്ക് ഇത്ര വലിയൊരു സങ്കടം തരണ്ടായിരുന്നു എന്നെനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. കാരണം അത് ആ ഒരു എപ്പിസോഡ് ലാസ്റ്റത്തെ ആ ഒരു പാട്ടും എന്നിട്ട് അവർ രണ്ടുപേരും പരസ്പരം കാണാതെ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു വണ്ടിയിൽ ഇങ്ങനെ കാണുന്നില്ല, ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സീനൊക്കെ കണ്ടപ്പോൾ ശരിക്കും ആ ഒരു 2 മിനിറ്റ് എങ്ങനെയാണ് പിടിച്ചിരുന്നതെന്ന് പറയാൻ സാധിക്കില്ല. അത്രയ്ക്ക് ഇപ്പോൾ ഓർക്കുമ്പോൾ കൂടി കരച്ചിൽ വരികയാണ്. അങ്ങനെ ഒരു എൻഡിങ് അല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ.